ന്യൂസ് 80 ഞാനൊരു തിരിച്ചൊരു ചോദിക്കാം. കുറച്ച് നേരമായില്ലേ ഈ അമ്പലത്തിന് മുമ്പിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്? അമ്പലത്തിൻ്റെ പരിധിയിൽപ്പെടാത്ത അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് നിങ്ങൾ കുറച്ച് മുമ്പ് മൂക്ക് കൊത്തിയില്ലേ? എന്നോട് തന്നെ പറഞ്ഞില്ല അയ്യോ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അതെന്താ കാരണം? ഇവിടെ മാലിന്യമാണ്. ഇവിടെ ഒഴുകുന്നത് മാലിന്യത്തിൻ്റെ, ഈ നാട്ടിലുള്ള മുഴുവൻ, ഇവിടെയുള്ള ഈ ഗുരുവായൂരുള്ള മുഴുവൻ മാലിന്യവും ഈ ഭഗവാൻ ഇരിക്കുന്ന ഈ കുളത്തിൻ്റെ ഈ സൈഡിൽ കൂടെ ഒഴുകുകയാണ്. അതിനകത്തൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല, ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇല്ല. അപ്പം നാറിയിട്ട് വയ്യ. മൂക്ക് പൊത്തിയിട്ടാണോ ഭഗവാൻ ഇരിക്കുന്നത് എനിക്കറിയില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കും. നിങ്ങളൊരു കാര്യം, അവിടെ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഒന്ന് നോക്കണം. ഈ ലോകത്തുനിന്ന് വരുന്ന പാവപ്പെട്ട സ്ത്രീകൾ, നാട്ടിലെ ജനങ്ങൾ, ഭക്തജനങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടാണ് ആ കംഫർട്ട് സ്റ്റേഷൻ. വെള്ളമില്ല അതിനുള്ളിൽ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഏതോ 2-3 ഭക്തന്മാർ വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവിടെ വെള്ളമില്ല. ആ കംഫർട്ട് സ്റ്റേഷൻ വൃത്തിഹീനമാണ്. അപ്പോൾ ഇവിടെ ദുർഗന്ധമാണ്. ഇതൊക്കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞാൽ ഗോപാലകൃഷ്ണൻ വർഗീയമാണ്. ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ ഇതല്ലല്ലോ ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഗോപാലകൃഷ്ണൻ ഇതല്ല പറഞ്ഞത്. ഇത് പറഞ്ഞാൽ ആരും വർഗീയതയാണെന്നൊന്നും പറയില്ല. ഇതല്ല ഗോപാലകൃഷ്ണൻ പറയുന്നത് എന്നതുകൊണ്ടാണ് ഗുരുവായൂർ ചർച്ചയാകുന്നത്, ഗോപാലകൃഷ്ണൻ ചർച്ചയാകുന്നത്. മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? നമ്മളുടെ കേരളം എന്ന് പറയുന്നത് വർഗീയതയ്ക്ക് ഇടമില്ലാത്തൊരു സ്ഥലമല്ലേ? അതിനെ ഇങ്ങനെ വർഗീയവൽക്കരിക്കുന്നത് എന്തിനാണ്? തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ നേടാനാണ് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ പറയുന്നതെന്നാണ് മറ്റ് സ്ഥാനാർത്ഥികൾ പറയുന്നത്. എങ്ങനെയുണ്ട്? വളഞ്ഞു പറഞ്ഞോ? ഞാൻ പറഞ്ഞ വർഗീയത ഒന്ന് പറഞ്ഞു തരൂ എനിക്ക്. എന്താണ് വർഗീയത? ഞാൻ എന്തെങ്കിലും വർഗീയത പറഞ്ഞോ? ഇപ്പൊ പറഞ്ഞതല്ല. MLA-മാരുടെ മതം പറയുന്നു. ചാവക്കാട് ഇപ്പം ഏറ്റവും ഒടുവിൽ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് എന്താണ്? അത് ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് ഈ ഗുരുവായൂരിലെ രാഷ്ട്രീയ ചരിത്രമല്ലേ? ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ന്യൂസ് 80 അവതാരകരുടെ ഒരു ലിസ്റ്റ് എടുത്താൽ രേണുവിൻ്റെ പേരുണ്ടാവില്ലേ? അതേപോലെ ഈ ഗുരുവായൂർ അമ്പലത്തിൽ 1980 ശേഷം വന്ന MLA-മാരുടെ പേര് ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പേരെഴുതി വെച്ചാൽ എന്ത് രാഷ്ട്രീയം? ആ പേരെഴുതി വെച്ചിരിക്കുന്ന രാഷ്ട്രീയമാണ്. അതിലെന്ത് വർഗീയത? ഇവരൊക്കെ MLA-മാരല്ലേ? നാട്ടുകാർ ചോദിച്ചു തുടങ്ങി എന്താണ് വർഗീയത. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ മതമോ ജാതിയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് സ്ഥാനാർത്ഥിയുടെ ആയാലും പറയാൻ പാടില്ല, മറ്റ് നിങ്ങൾ വോട്ട് തേടുന്നവരുടെ ആയാലും പാടില്ല. ഇതൊക്കെ കൃത്യമായി ഈ ചട്ടത്തിൽ പറയുന്നതാണ്. 123 അറിയാത്ത ആളൊന്നും അല്ലല്ലോ ഗോപാലകൃഷ്ണൻ. ആ ഫ്ലെക്സിൽ മതമുണ്ട്. ആ ഫ്ലെക്സിൽ ഖാദർ മുസ്ലിം, ഹസൻ മുസ്ലിം അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ആ ഫ്ലെക്സിനകത്ത് മതം ഉണ്ടെങ്കിൽ പറയാം. അതും ശരിയാണല്ലോ. ഒരു കപ്പ് ചായ എന്താ ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് കൊടുക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിനകത്ത് വർഗീയത. ഗോപാലകൃഷ്ണൻ ഉണ്ടാവാനല്ലേ? ബാക്കി ആളുകൾക്ക് ചെയ്യാം അല്ലേ? മതേതരത്വമാണ് കേരളത്തിൻ്റെ മഹത്വം എന്നാണല്ലോ പറഞ്ഞേ. മതേതരത്വമാണ് കേരളത്തിന് മഹത്വം. പിന്നെ എങ്ങനെ 50 വർഷം അടി കുത്തക? ഇതിന്റെ കൂടെ 50 വർഷത്തെ അവഗണന ഇത് മാറണമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവഗണന എന്താണെന്നാണ് ആ ലിസ്റ്റിൽ നിന്ന്. ഈ MLA-മാരുടെ പേര് വെച്ചിട്ട് കേസെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണല്ലോ ഈ MLA-മാരുടെ ലിസ്റ്റ് താങ്കൾ ചാവക്കാട് വെക്കുന്നത്. ഇത് ഈ അവഗണന മാറണം എന്നതാണല്ലോ അതിൽ താങ്കൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അല്ലാതാവുന്ന എങ്ങനെയാണ് ഗോപാലകൃഷ്ണൻ? അത് താങ്കൾക്ക് വേണമെങ്കിൽ 6 വർഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്താൻ പോലും വകുപ്പുകൾ ഉള്ള കാര്യമാണല്ലോ. അതിൽ താങ്കൾ ഇങ്ങനെ ഇത്ര പേടിയില്ലാതെ നിൽക്കുന്നത് സീല് അവിടെ ഇരിക്കുന്നതിന്റെ ബലമാണോ? അല്ലെങ്കിൽ എങ്ങനെയാണ്? അങ്ങനെയുള്ള വാർത്തകൾ വരുന്നുണ്ട്, അത് വലിയ വിവാദമാണ്. അപ്പൊ ആളുകളിൽ സംശയം ഉണ്ടാക്കും താങ്കൾ ഇങ്ങനെ ഒരു പേടിയില്ല എന്ന് പറയുമ്പോൾ. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഞാൻ സത്യം പറഞ്ഞാൽ ഡിവാറിയെങ്കിൽ ആ നിയമം ഒന്ന് അറിയണമല്ലോ ഒന്ന്. ഇവിടെ 50 കൊല്ലമായിട്ട് വന്നിട്ടുള്ള ഏതാണ് MLA-മാരെന്ന് അവിടെ ഒരു ഫ്ലെക്സ് എഴുതി വെച്ചാൽ അതിലെന്താ തെറ്റ്? അതിനെപ്പറ്റി ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? അത് രാഷ്ട്രീയമല്ലേ? നമ്മൾ മതം പറഞ്ഞും ജാതി പറഞ്ഞും വോട്ട് പേടിക്കരുത് എന്ന നിയമമുള്ള നാട്ടിലാണ്. മാത്രവുമല്ല കേരളം ഒരു മതനിരപേക്ഷ നാടാണ്. നമ്മുടെ നാടിനെ ഇങ്ങനെ വർഗീയവൽക്കരിക്കുന്നതിനാണ് ഗോപാലകൃഷ്ണൻ എന്താ കേരളത്തിന്റെ യോഗിയാവാനാണോ ശ്രമിക്കുന്നത്? ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ താക്കറയാവാൻ ശ്രമിക്കുന്നു കുറെ ആൾക്കാർ പറയണേ. നീ എന്നെക്കാളും സ്മാർട്ടാണെന്നാണ് നിന്റെ വിചാരം? ഇതിലെ ഇതിനകത്തൊരു മതം ഇല്ലെന്നേ. ആ ഫ്ലെക്സ് ബോർഡിൽ എവിടെയാ മതം? ഫ്ലെക്സ് ബോർഡിൽ ഞാൻ മതം എഴുതിയിട്ടില്ല. ഇത് നിങ്ങൾ ഓരോന്ന് വ്യാഖ്യാനിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഞാനൊരു സത്യം പറഞ്ഞു. 50 കൊല്ലമായിട്ട് ഈ കുത്തക ഇങ്ങനെ ആക്കി നടത്താൻ അവർക്കാർക്കും ഒരു വിരോധമില്ല. ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഭയങ്കര പ്രശ്നമാണ്. നിവർത്തിയുണ്ടല്ലേ രാമേട്ട? 2 മാസമായി ഞാൻ ഇവന്റെ കള്ള സെന്റിമെന്റ്സ് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തപ്പോ തലേ കയറാൻ നോക്കുക. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതല്ലേ? 2021 ഇവിടെ ഒരു BJP-യുടെ സ്ഥാനാർത്ഥി പോലും ഇല്ല. നോമിനേഷൻ കൊടുത്തപ്പോ തള്ളിപ്പോയി.
അങ്ങനെ കൃത്യമായ നോമിനേഷൻ കൊടുക്കാൻ പോലും 2021 നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത ഇടമാണ്. ജനങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് മുന്നിൽ വരുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ. അത് അവരുടെ തീരുമാനമല്ലേ? ഞാൻ ജനങ്ങളോടൊന്നും അല്ല, ഈ ഗുരുവായൂരിനെ കുറിച്ച് ഇത്രയും ആശങ്കപ്പെടുന്ന താങ്കൾക്ക് കഴിഞ്ഞ തവണ ഒരു കൃത്യമായ ഒരു നോമിനേഷൻ കൊടുക്കാൻ പറ്റാത്ത പാർട്ടിയുടെ പ്രതിനിധിയല്ലേ താങ്കൾ? എന്തൊരു പെർഫോമൻസ് എവിടെ നിന്ന് കിട്ടി ഇതിനെ? അതെ, ഞാൻ ജനങ്ങളോട് അല്ല ഞാൻ കുറ്റം പറയുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇവർ നിർത്തിയില്ല എന്നാണ് ചോദിക്കുന്നത്. ജനങ്ങളോട് പറയുന്നത് കണ്ടില്ലേ ഏത് ഈ അവഗണന. ഒരു ആശുപത്രി ഉണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ, ഒരു പട്ടി പോലും പോകില്ല അങ്ങോട്ട്. ഒരു വികസനവും ഇവർ കൊണ്ടുവരില്ല. ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാം, മനസ്സിലായില്ലേ? ഈ പാലിയൂർ പള്ളിയും ഗുരുവായൂർ ക്ഷേത്രവും ചാവക്കാട് ബീച്ച്, ചാവക്കാട് ഒരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്, ഇവരെയൊക്കെ തിരഞ്ഞെടുക്കുന്നതിനാ നാട്ടിൽ വികസനം ഉണ്ടാക്കാനാണ്, ഈ ദുർഗന്ധം കളയാനാ. നിങ്ങൾ വന്നിരുന്നു ഇവിടെ എന്നോട് പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഇത് ശരിയല്ലല്ലോ. ഈ ഭഗവാൻ ദുർഗന്ധത്തിൻ്റെ മുകളിൽ ഇരിക്കേണ്ട ആളല്ല, മാലിന്യത്തിൻ്റെ മുകളിൽ ഇരിക്കേണ്ട ആളല്ല. ഈ വർഗീയതയും കൂടെ കലർത്തി വിടുന്നത് കൊണ്ടാണ് ആളുകൾ ഗോപാലകൃഷ്ണനെ കാണുമ്പോ മുഖം തിരിക്കുന്നത്. നാട്ടുകാരാണ്, ഞാനുമായിട്ട് ഒരു ബന്ധമില്ലേ. ഞാനായിട്ടൊരു ബന്ധമില്ല. അങ്ങോട്ട് കൊടുക്കുക. അതൊന്നും ചോദിച്ചിട്ട് ക്രിറ്റിസിസത്തിന് വരരുത്. യു മസ്റ്റ് ബി സ്ട്രൈറ്റ്. ഓക്കെ, അതാ ഞാൻ ഗോപാലകൃഷ്ണനായിട്ടാണ് സംസാരിച്ചത്. മതം എന്ന് പറഞ്ഞിട്ട് എല്ലാം മതം. ഹിന്ദു എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിമാ ക്രിസ്ത്യാനിയാ? അതല്ല, ഓക്കെ, ശരി. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. നമ്മൾ കുട്ടികൾ തീരുമാനിക്കും ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണമെന്ന്. അത് വേറെ ഏതെങ്കിലും അടിസ്ഥാനത്തിലാണോ? അപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ ഈ ചോദ്യവും ഉന്നയിക്കും, അത്രേ ഉള്ളൂ. സിമ്പിൾ. അതല്ല, വെറുതെ സിമ്പിൾ. രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കും ആര് മത്സരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ഈ ചോദ്യം ഉന്നയിക്കും. അതെനിക്ക് ഉന്നയിച്ചൂടെ? ശരിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ ഒരു സത്യം പറഞ്ഞതിന് എന്നെ കുരിശുമ്പോ കയറ്റാണ്. അങ്ങോട്ട് ക്രൂശിക്കട്ടെ, അങ്ങനെ തൂക്കിലേറ്റെന്ന് എനിക്കിതിനോട് ഒരു വിഷമവും ഭയമോ പ്രയാസവും ഇല്ല. 6 വർഷത്തെ ഡീവാറിയട്ടെന്ന്. ഇതെന്തോന്നാ ഡീവാറിയട്ടെ? ഞാനിപ്പോൾ നിയമസഭയിൽ പോയിരുന്ന് കസേരയിലിരുന്ന് അധികാരത്തിന്റെ മുകളിൽ ഇരിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് 100 രാഷ്ട്രീയ പാർട്ടി കെ കരുണാകരൻ ഗോപാലകൃഷ്ണൻ വിളിച്ചതാണ്, ബേബി ജോൺ മാഷ് ഗോപാലകൃഷ്ണൻ വിളിച്ചതാണ്. എനിക്കൊരു ആശയമുണ്ട്, എനിക്കൊരു ആദർശമുണ്ട്. ആ ആദർശത്തിന്റെ പരിധിയിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. ആരാണെന്നും എന്താ ഉദ്ദേശമെന്നും വഴിയെ മനസ്സിലാക്കി നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ഇനി ചില പേരുകൾ നമ്മൾ പറയും. ആ പേരുകൾ കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു കാര്യം രാജീവ് ചന്ദ്രശേഖർ, ഒരു സ്റ്റെപ്പ് ഓൺ ആയിട്ടുള്ള വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ. VD സതീശൻ, ഇടയ്ക്കിടയ്ക്ക് പൊട്ടത്തരം വിളിച്ചു തുടങ്ങാം. പിണറായി വിജയൻ, അയാളുടെ വിചാരം അയാളാണ് ദൈവം. ചെന്നിത്തല, തലയില്ലാത്തൊരു മനുഷ്യനാണ് വാസ്തവത്തിൽ. സന്ദീപ് വാര്യർ, അയ്യേ യാവക പേരൊന്നും പറയല്ലേ. കെ മുരളീധരൻ നാളെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരാൻ നിൽക്കുന്ന ആളെ. അപ്പൊ എന്തോ ഒരു പാലം നിങ്ങൾ ഇട്ടിട്ടുണ്ട് അവിടെ. ഞങ്ങൾ കുറെ പാലം ഇട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിന് ഒരു മെച്യൂരിറ്റി കുറവുണ്ട്. ഇപ്പൊ അടുത്ത് B ഗോപാലകൃഷ്ണനോട് പാർട്ടി എങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം പറഞ്ഞ ഒരു വിവാദ പ്രസ്താവന എന്താണ്? എന്നോട് പാർട്ടി ശ്രദ്ധിക്കുന്നു പറഞ്ഞില്ലല്ലോ. ഇതുവരെ പറഞ്ഞിട്ടില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.